പ്രൈസലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവരചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായം എൻ്റെ 20-21 വാക്യങ്ങൾ. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. വളരെ സുപരിചിതമായ വചനമാണ്. ഈ വചനത്തെ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് 20-ാമത്തെ വാക്യമാണ്. അവൻ അവരോട്, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമത്രേ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭ്യമല്ലാതെ വരുന്നത് നമ്മുടെ ഉള്ളിലെ അവിശ്വാസമാണ് ഏക കാരണമെന്ന് പറയുന്നത്. പ്രൈസ്. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. പ്രൈസ്. വളരെ ആഗ്രഹത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് നിങ്ങൾ ഓരോ വിഷയങ്ങളും ദൈവത്തിൽ ഏറ്റെടുത്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിന് മറുപടി കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചതും. എന്നാൽ 99% പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാതെ പോയത് എന്താണ്? നാം വളരെ സമർപ്പണത്തോടെ തീരുമാനത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിലും അതിനിടയിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന അവിശ്വാസമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ വരുന്നത്. പലരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കാറ്, പലരും പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുമ്പോൾ വിളിച്ചു പറയുമ്പോൾ യാചനയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്നത്, പാസ്റ്റർ, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ, എന്നോട് ദൈവത്തിന് താല്പര്യമില്ലേ, ദൈവത്തിനോട് കരുണ കാണിക്കാൻ പറ്റത്തില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പലരും എന്നോട് പലപ്പോഴും ചോദിക്കുന്നതിന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ യേശുവിനോട് ചേർന്നാണ് നിങ്ങളൊരു വിഷയത്തിന് വേണ്ടിയാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ അല്പവിശ്വാസം വരരുത്. അല്പവിശ്വാസം വന്നാൽ ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഞാൻ പലരോടും പറയാറുണ്ട്. രക്തം ചെയ്യാൻ നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാത്താൻ അല്പവിശ്വാസം, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇത് ഉപവസിച്ച് പ്രാർത്ഥില്ല, കഴിഞ്ഞ കാലങ്ങളിൽ നീ ഉപവസിച്ചതല്ലേ, എന്നിട്ട് നിന്റെ ഭർത്താവ് ശരിയായോ, നിന്റെ മക്കൾ ശരിയായോ, നിന്റെ ജീവിതം ശരിയായോ, നിനക്ക് വിജയിപ്പം കഴിഞ്ഞിട്ടുണ്ടോ, ശുശ്രൂഷ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ, നിനക്കൊരു ഭവനം കിട്ടിയിട്ടുണ്ടോ, നിനക്ക് സ്ഥലം കിട്ടിയോ, നിന്റെ കടക്കണി മാറിയോ, നിന്റെ മക്കളെ വിവാഹം അയച്ചോ, നിനക്ക് നല്ല ജോലി കിട്ടിയോ, നിന്റെ രോഗം മാറിയോ എന്നൊക്കെ സാത്താൻ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കും. ഹല്ലേലൂയ. നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പിശാച് പലവിധമായ ചോദ്യചിഹ്നങ്ങൾ എന്റെയും നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ പോലും അല്പവിശ്വാസം കടന്നു വരും. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ശരിയാ, എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഞാൻ ഉപവസിക്കുന്നത്, ഒരു കാര്യമില്ല. പല ദൈവമക്കളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉപവസനം പ്രാർത്ഥിക്കുന്ന കാര്യമില്ല പാസ്റ്റേ, അതൊന്നും നടക്കത്തില്ലെന്ന് എന്നോട് ഒത്തിരി പേര് വിളിച്ചു പറയാറുണ്ട്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരെ ഈ പറയുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ മാനുഷികമായ ബുദ്ധി കൊണ്ടോ മാനുഷികമായ ജ്ഞാനം കൊണ്ടോ അറിവ് കൊണ്ടോ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരോടോ മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒന്നിനോടുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വലിയ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടമായിരിക്കുന്ന ദൈവത്തോടാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നാം പങ്കുവെക്കുന്നതോട് പ്രാർത്ഥനയെ നാം പറയുന്നത്. ആ വിഷയത്തിന് മറുപടി നൽകാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പക്ഷെ അത് നീ നേടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ അവിശ്വാസം കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങളും നേടിയെടുക്കാതിരിക്കാൻ, അതിന് ജീവിതത്തിൽ പ്രായോഗികമായി വരാതിരിക്കാൻ, അത് പ്രാബല്യത്തിൽ വരാതിരിക്കാൻ, നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾ അനുഗ്രഹം നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നിന്നെ പ്രാർത്ഥനയിൽ തളർത്തിക്കളയുന്ന ചില പൈശാചിക മണ്ഡലത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നീ ജയിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നമ്മൾ ജയിക്കണം. പ്രാർത്ഥന ഒരിക്കലും നമ്മൾ പരാജയപ്പെടരുത്. പ്രാർത്ഥന ഒരിക്കലും നമ്മൾ പിന്നോക്കം പോകരുത്. പ്രാർത്ഥന ഒരിക്കലും നമ്മൾ അയഞ്ഞു കൊടുക്കരുത്. ഹല്ലേലൂയ.
രാത്രിയുടെ യാമം മുഴുവൻ, ഒരു രാത്രി മുഴുവൻ യാബോക്ക് നദിക്കരയിൽ ദൈവപുരുഷനായ ദൈവത്തിന്റെ ദൂതനും മല്ലുപിടിച്ച യാക്കോബിനെ പോലെ നീ പ്രാർത്ഥനയിൽ ശക്തനായി മാറണം. ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാത്താനെ ജയിക്കാൻ കഴിയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ബന്ധനത്തെ ജയിക്കാൻ കഴിയുള്ളൂ. പ്രാർത്ഥനയ്ക്ക് മാത്രമേ അത്ഭുതം ചെയ്യുവാൻ കഴിയുള്ളൂ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടി. ഇന്ന് പകൽ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയിരിക്കുന്നവരും കേരളത്തിന്റെ വിവിധ ജില്ലകളിലായിരിക്കുന്നവരും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനവധി ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സാത്താന്റെ ശക്തിയെ ഈ പ്രഭാതത്തിൽ ഞാൻ ശാസിച്ചതിനെ ചേവെടുക്കുക. നിന്റെ പ്രാർത്ഥനയെ തടയുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുക. നീ ജയിക്കണം സഹോദര സഹോദരി, നീ ജയിക്കണം. നിന്റെ വിഷയങ്ങൾക്ക് നീ മറുപടി കാണണം. നിന്നെ തളർത്തുവാൻ, നിന്നെ ക്ഷീണിപ്പിക്കുവാൻ, നിന്നെ ദണ്ഡിപ്പിക്കുവാൻ സാത്താൻ പല പദ്ധതികളുമായി നിനക്ക് നേരെ ഉയരുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ അവരെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. സൃഷ്ടാവായി ദൈവത്തിലേക്ക് നീ മുഖം ഉയർത്തണം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ടു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന്. എന്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുമെന്ന് സങ്കീർത്തനക്കാരൻ 121 വായിക്കുന്നത് പോലെ നീ നിന്റെ കണ്ണുകൾ ഉയരത്തിലെ സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, നിന്റെ യാചന കേൾക്കുന്ന, നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്ക്. ആ നിലവിളിക്കൊരു മറുപടിയുണ്ട്. രക്തം ചെയ്യും. കേൾക്കുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാൻ പോവുക. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ പോവുക. എത്ര കാലമായി നീ വിദേശത്ത് ജോലി ചെയ്യുന്ന നിന്റെ ഭാര്യയും മക്കളും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ, വിദേശ രാജ്യത്തുനിന്ന് നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യയ്ക്കും വിസ കിട്ടാൻ വേണ്ടി നീ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. എത്ര കാലമായി സഹോദരി നിന്റെ ഭർത്താവിന്റെയും മക്കളെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? എല്ലാം സാത്താൻ പലപ്പോഴും തടയുന്നത് കാണത്തില്ല. എന്നാൽ ആദ്യമേ ദൈവം നീതി പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ ഏത് രാജ്യത്തായിരിക്കുന്നോ ആ രാജ്യത്തേക്ക് നിന്റെ ഉറ്റവരെ ഉടവരെ നീ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിനക്ക് വിസ തരുവാൻ അവിടുത്തെ എംബസിയോട് നീ ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ എംബസിയോട് ഇടപെട്ട് നിനക്ക് വിസ നൽകാൻ പോകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാൻ പോകും. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാനിത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ഈ പ്രഭാതത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ചില വിഷയങ്ങൾ പെട്ടെന്ന് കടന്നു വന്നു. ചില വ്യക്തികളെ കുറിച്ച് പെട്ടെന്ന് കടന്നു വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പെട്ടെന്ന് ദൈവാത്മാവിനെ ഓർപ്പിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ചില വിസയുടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി അതുകൊണ്ടാണ് ഈ മെസ്സേജിൽ ഇത് തന്നെ പറയുന്നത്. അതിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വിദേശ രാജ്യത്തിൽ നിന്ന് കടന്നിട്ട് അവിടെ സ്വാതന്ത്ര്യമായി ഇറങ്ങി ജോലി ചെയ്യാൻ കഴിയാതെ, ആ രാജ്യത്തിന്റെ പാസ് കിട്ടാതെ, ഹല്ലേലൂയ, നിനക്ക് നല്ല ജോലി കിട്ടാതെ, ജോലിക്ക് ഒന്നും സ്ഥിരതയില്ലാതെ നീ പോകുമ്പോൾ, പല ജോലി നീ ചെയ്തു ഒന്നും സ്ഥിരതയില്ലാതെ പോകുമ്പോൾ, പല ഇന്റർവ്യൂവിൽ നീ പോയി അതെല്ലാം പരാജയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ഒരു വിധി കൽപ്പിക്കാൻ പോകുക. നല്ല ഉത്തമമായി, നല്ല ശ്രേഷ്ഠമായി, നല്ല സാലറി, നല്ല ജോലി ദൈവം നിനക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ആത്മാവിൽ പറഞ്ഞ ചില ദൂതുകളാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക. നീ കരഞ്ഞ കണ്ണുനീരിനെല്ലാം ദൈവം മറുപടി തരും. രക്തം ചെയ്യും. നാളുകളായി നീ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിന്റെ അല്പവിശ്വാസത്തെ നീ പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞ്, അതുകൊണ്ടാണ് ഈശ്വരന് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഹല്ലേലൂയ. കടുകെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ചെറിയ മണിയാണെങ്കിലും അതിൻ്റെ പുറംതോടെന്ന് പറയുന്നത് പുറം നൈസാണ്, അതിനകത്ത് നിറഞ്ഞ അതിൻ്റെ പരിപ്പാണ്. നിങ്ങൾ പൊട്ടിച്ച് നോക്കിയാൽ കാണാമല്ലോ. ആ ചെറിയൊരു കടുകുമണി കൊണ്ട് ഇത് പാകിയാൽ അത് മുളച്ച് വലിയ വൃക്ഷമായി അതിൽ നിന്ന് അനവധി കടുകുമണികൾ ഉണ്ടാകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നമ്മെ കടുകുമണിയോട്, ഒരു കടുകിനോട് ചേർത്ത് കർത്താവ് നമ്മെ ഉദാഹരണമായി പഠിപ്പിക്കുമ്പോൾ അത്രയും വിശ്വാസം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. തിങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസം, നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം. ഞാൻ ഈ ആദ്യകാലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അവിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കാരണം നമ്മൾ ക്രൈസ്തവ വിഭാഗത്തിലാണ്, ക്രൈസ്തവ വിശ്വാസി, ക്രൈസ്തവ മതത്തിലാണ് നിന്നെങ്കിലും എന്താ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്നും നമുക്കറിയില്ല. ആരോടാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ പെട്ടെന്ന് ക്രൈസ്തവ വിശ്വാസം വിട്ട് പെന്തക്കോസ്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അടിമുടി മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ പറയലേ എന്ന് പറഞ്ഞാല്. പക്ഷെ ദൈവം എന്നെ ബലപ്പെടുത്തി. കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ സ്വർഗത്തിലേക്ക് കണ്ണുയർത്ത്.
ഞാൻ നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ അറിയുന്നുണ്ട്. ഞാൻ നിന്റെ പ്രശ്നം കാണുന്നുണ്ട്. നീ പോകുന്ന വാതിലുകളും വഴികളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ ഞാൻ തുറക്കാൻ പോവുകയാണ്. എന്റെ കർത്താവിനോട് സംസാരിച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് എന്റെ അവിശ്വാസം മാറിപ്പോയി കേട്ടോ. എന്റെ അവിശ്വാസം മാറിപ്പോയിട്ട് ഞാൻ കർത്താവ് ഇനി എന്റെ ജീവിതത്തിൽ അവിശ്വാസം വരരുത്, എന്നും വിശ്വാസത്താൽ നിൽക്കണം. കടുകുമണി അതിന്റെ തൊണ്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് പോലെ എന്റെ വിശ്വാസം എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അത് നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മളാരും തളരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഒരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഈ ലോകത്തിൽ ആരുമില്ല. പക്ഷെ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം. പലരും ജീവിതത്തിൽ മടുത്തിട്ട് അല്പവിശ്വാസം വന്നിട്ട് ജീവിതത്തിൽ നിൽക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ അവർ പോയി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് എന്താ പ്രയോജനം? എന്തെങ്കിലും നേടി നീ ആത്മഹത്യ ചെയ്തതുകൊണ്ട്, നീ നിന്റെ ജീവിതത്തെ ഒടുക്കിയതുകൊണ്ട് നിന്റെ ആത്മാവിനെ നിത്യമായ നരകത്തിൽ ഒരിക്കലും കരകയറുവാൻ കഴിയാതെ, ഒരിക്കലും മോചനമില്ലാതെ മോക്ഷമില്ലാതെ എന്നും ആ കിണാത്തതയും ചാകാത്തൂടെ നരകാത്തിയിലേക്ക് നീ പോവുകയല്ലേ ചെയ്തത്. മരണം കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമില്ല കേട്ടോ. നമ്മൾ സാത്താനെ ജയിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്താണ്? കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട്, ഹല്ലേലൂയ, സ്തോത്രം, ഈ മലയോട്, ഹല്ലേലൂയ, അങ്ങോട്ട് നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് നീങ്ങിപ്പോകുന്നത് കടുകുമണിയോട് വിശ്വാസമാണ്. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് ഒരിക്കലും തന്റെ വാഗ്ദത്തം നിറവേറാതിരിക്കുന്നതിൽ വാഗ്ദത്തം നിവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാലാഖയുടെ പുസ്തകം 3-6 വാക്യം പറയുന്നത്, യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിൻ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ സന്തതികളായിരിക്കുന്ന ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ക്ഷീണിച്ച് മുടിഞ്ഞു പോകേണ്ട എത്രയോ സന്ദർഭങ്ങൾ വന്നു. അല്പവിശ്വാസം മുഖാതെ തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ വന്നു. പക്ഷേ നീ തകരാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? കർത്താവ് മാലാഖി പ്രവാചകനോട് പറഞ്ഞു, ഞാൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്ന്, വാഗ്ദത്തം ചെയ്താൽ മാറാത്തവനാണെന്ന്. അത് നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. രാഷ്ട്രീയക്കാർ മാറിപ്പോകും, മതങ്ങൾ മാറിപ്പോകും, മത നേതാക്കൾ മാറിപ്പോകും, വാക്ക് പറഞ്ഞ മനുഷ്യനെല്ലാം മാറിപ്പോകും. പക്ഷേ ഒരിക്കൽ പോലും വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ യേശു കർത്താവ് മാത്രമാണ്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും മറുപടി യേശു തരും. ഹല്ലേലൂയ. നീ കണ്ണുകളിൽ തൂകിയിട്ടുള്ള അനവധി പ്രശ്നങ്ങളെ നിന്റെ ജീവിതത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ആ വിഷയങ്ങളെല്ലാം സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി നൽകുന്നവ യേശുവാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി മുടങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും എന്നോട് പലരും പറയുന്നുണ്ട്, എന്റെ പാസ് എനിക്ക് വിശ്വാസക്കുറവൊന്നും വിശ്വാസമുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ ചോദിക്കും, പാസേ വചനം പറഞ്ഞവരും പറഞ്ഞു, ദൈവമില്ലും പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചില സംശയങ്ങൾ കടന്നു വരും. സംശയിക്കുന്നവൻ കാറ്റടിച്ചരയുന്ന കടലത്തിലേക്ക് സമരം യാക്കോബ് പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, പ്രാർത്ഥനയ്ക്കകത്ത് ഒരിക്കലും സംശയം വരാൻ പാടില്ല. അല്ലേ? നാം പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? നാം പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നാം പ്രാർത്ഥിക സൃഷ്ടമായ ദൈവത്തോടാണ്, നമ്മുടെ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ജീവിതത്തിൽ കരകയറുവാൻ വേണ്ടി, ജീവിതത്തിൽ ഒരു താരണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, ജീവിതത്തിൽ ഒരു സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിനായി ഭാരപ്പെടുന്ന ഏതോ വിഷയങ്ങളൊക്കെയാണ്. ഏതെല്ലാം വിഷയമായിരുന്നു അതിനകത്തൊരു ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി അല്ലേ നീ പ്രാർത്ഥിക്കുന്നത്? അത് കാണുമ്പോൾ സാത്താൻ എന്ത് ചെയ്യുമെന്നറിയാവോ? നിന്നെ ഏതെങ്കിലും വിധത്തിൽ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ മെനയും. പ്രൈസലോ. നമ്മളവരുടെ തന്ത്രങ്ങളിൽ വീഴരുത്. അവൻ കർത്താവ് വാഗ്ദത്തം ചെയ്താൽ മാറാത്തവനാണ്. അവൻ വാഗ്ദത്തം തരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ചോദിക്കുന്ന സകല വിഷയത്തിന് നടുവിൽ യേശു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് റോമലേഖനം 10-17 വാക്യമൊക്കെ വായിക്കുക, ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാൽ. ഹല്ലേലൂയ. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാലാ. സ്തോത്രം, വലിയ സ്തോത്രം, വലിയ കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. പ്രൈസറോ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റമില്ലായിരുന്നു. ആദിമ സഭയ്ക്ക് മാറ്റമില്ലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിലും ഒരു മാറ്റമില്ലായിരുന്നു. യേശു രാത്രി മുഴുവൻ മലമേൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാറുണ്ട്.
യേശുവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരിക്കൽ പോലും സംശയാതീതമായ ഒരു കാര്യങ്ങളുമില്ലായിരുന്നു. അവൻ പ്രാർത്ഥനയിൽ ശക്തനായിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, ആദിമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്കകത്ത് അവിശ്വാസമില്ലാതെ വിശ്വാസത്തിൽ നിറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, കാരാഗ്രഹത്തിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും, മൃഗയുദ്ധം മരണ സമാനമായ അനുഭവത്തിലൂടെ ആമീൻ പൗലോസ് കടന്നുപോയപ്പോഴും പൗലോസ് ആമീൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാകുന്ന ഫിലിപ്പ് ലേഖനം 4:13 രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതേ സഹോദരി സഹോദര, നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയം സ്വർഗം നേരത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞു. നമുക്കറിയാം, ദാനിയേല് പ്രാർത്ഥന ആരംഭിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ദാനിയേലിന്റെ പ്രാർത്ഥന ഇവിടെ ആരംഭ നാടുകളിൽ തന്നെ ആ പ്രാർത്ഥന യഹോവയായ ദൈവം കേട്ടു. പക്ഷേ പാർസിയുടെ പ്രഭു അത് തടഞ്ഞുവെന്ന് നമ്മൾ ദാനിയേൽ പ്രവാചക ദിവസം 10-ാം അധ്യായം കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറഞ്ഞ് 21 ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നിന്റെ പ്രാർത്ഥന ദൈവം രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ പാർസിയുടെ പ്രഭു എന്ന് പറയുമ്പോൾ ഇവിടെ സാത്താൻ നിനക്കെതിരെ ചില തന്ത്രങ്ങൾ കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മാരക രോഗം എന്താണെന്നറിയോ? എല്ലാ മനുഷ്യനും രോഗമുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാരകമായ രോഗം, നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കുന്ന രോഗം എന്നത് അവിശ്വാസമാണ്, അല്പവിശ്വാസമാണ്. എല്ലാത്തിനും നമുക്ക് അല്പവിശ്വാസമാണ്. അത് നമ്മളെ രോഗത്തിലേക്കും നാശത്തിലേക്കും പാപത്തിലേക്കും നയിക്കും. നമ്മുടെ വിശ്വാസം കെടുത്തിക്കളയും, ക്രിസ്തുവിൽ നമ്മെ അകറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പിതാവിനോട് ചേർന്നിരുന്നത് പോലെ നാം യേശുവിനോട് ചേർന്നിരുന്ന് ആമേൻ സ്വർഗത്തിൽ സദാസമയം നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന യേശു കർത്താവിനോട് ചേർന്നിരുന്നിട്ട് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പ്രാർത്ഥനക്കാരനാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട്. കാരണം എനിക്ക് പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് വേണ്ടി, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സകല ജനത്തെയും എന്നോട് ഒരാൾ പ്രാർത്ഥന ചോദിച്ചാൽ പ്രാർത്ഥന പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഞാൻ പരസ്യമായിട്ടും പൊതുവായിട്ടും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് ഈ പ്രാർത്ഥിക്കുന്നത് സന്തോഷം എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? എന്നാൽ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുഃഖമാണ്. എനിക്ക് പ്രാർത്ഥിച്ചാൽ വളരെ സന്തോഷമാണ്. കാരണം കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ എനിക്കറിയാം, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങളെ എനിക്കറിയാം. ആമെ സ്തോത്രം. നമ്മുടെ നാട്ടിൽ തന്നെയല്ല, ഇന്ത്യയിൽ മാത്രം, വിദേശ രാജ്യത്ത് പോലും കടന്നുപോയിട്ട് കഷ്ടത അനുഭവിക്കുന്ന അനവധി ആളുകളെ എനിക്കറിയാം. അല്ലേ? അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി നിടി നിൽക്കുമ്പോൾ, മധ്യസ്ഥ ചെയ്യുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒരു നന്മ കാണുമ്പോൾ, അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അവർ ഉയർച്ച പ്രാപിക്കുമ്പോൾ, അവർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, അവർ രോഗിയായിരിക്കുന്ന അവസരം മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില സമൃദ്ധിയുടെ അനുഭവം കാണുമ്പോൾ പ്രാർത്ഥിച്ച് എനിക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരു സന്തോഷമായി മാറി. ചിലരുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓടി വന്ന കൂട്ടിയിരിക്കും, പെട്ടെന്ന് സമയമില്ലല്ലോ, ഭയങ്കര തിരക്കല്ലേ, ഓടി വന്ന് കൂട്ടി ഇരുന്നിട്ട് എന്തൊക്കെയോ കർത്താവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് പോകും. ഒന്നിൽ TV മുമ്പിൽ വിളിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ കരണ്ട് പോകുന്ന സമയത്തായിരിക്കും, അടുത്ത സീരിയലിന്റെ റിയാലിറ്റി ഷോയുടെ കോമഡിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തെ ക്രമീകരിച്ചായിരിക്കും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് വന്ന് എല്ലാം കൂടെ തട്ടിമുട്ടി പിള്ളേരെയും കുഞ്ഞുകുട്ടിയും എല്ലാം കൂടെ വിളിച്ചൊരു വായിലിരുത്തി എല്ലാം കൂടെ പടുവിടന്ന് 5-8-10 മിനിറ്റും കൂടെ പരിപാടി കഴിഞ്ഞു പോയി. അതൊരു പ്രാർത്ഥനയല്ലേ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു ഭവനത്തിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കകത്ത് ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും എടുത്ത് പ്രാർത്ഥിക്കണം. രാത്രിയിൽ പകൽ മുഴുവൻ നിന്നെ സൂക്ഷിച്ച ദൈവം, പകൽ മുഴുവൻ നിന്റെ യാത്രയിലെ, ജോലിയിലെ, നിന്റെ വാഹനത്തിന്റെ, നിന്റെ തലമുറ, നിന്റെ ഭർത്താവിനെ, നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളെ സൂക്ഷിച്ച ദൈവം, നിന്റെ രോഗിയാക്കാതെ നിന്നെ നടത്തിയ ദൈവത്തിന്റെ സന്ധ്യാസമയത്ത് നീ നിന്റെ കുടുംബം കൊണ്ട് ഒന്നിച്ചിരുന്ന് ഏറ്റവും കുറഞ്ഞ പാട്ടുപാടി ദൈവത്തിനും വായിച്ച് നീയും നിന്റെ കുടുംബത്തിലുള്ള സകല ജനങ്ങൾ പ്രാർത്ഥിക്കും. 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം, ഏറ്റവും കുറഞ്ഞ സമയമാണ്. അങ്ങനെ നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കി, നിന്റെ കുടുംബത്തിന് 1 മണിക്കൂർ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക്. അതുപോലെ പ്രഭാതത്തിൽ 1 മണിക്കൂർ മാറ്റി വെച്ച് നോക്കിയേ. നീ അറിയാതെ നിന്റെ കുടുംബം അനുഗ്രഹിക്കും. സാത്താൻ നിന്റെ കുടുംബത്തിന്റെ 7 അടുത്ത് വരത്തില്ല. എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞ അവർ ഒരു വഴിയായി വരും, നിനക്കെതിരെ ശത്രു ഒരു വഴിയായി വരും. അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ഒരു വഴിയായി വന്നിട്ട് വേദവസ്തു എന്താ പറഞ്ഞത്? അവർ 7 വഴിയായി ഓടിപ്പോകുന്ന
ആവർത്തന 22:7 വായിച്ചില്ലേ? നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുവാൻ, നിന്റെ നന്മയെ തടസ്സപ്പെടുത്തുവാൻ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ വിശ്വാസത്തെ കെടുത്തുവാൻ സാത്താൻ എന്ത് ചെയ്യും? ഒരു വഴിയായി വരും. നീ മുഴങ്കാലം മുടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യും? അവൻ 7 വഴിയായി കൂടി പോകുമെന്ന് രക്തം ചെയ്യും. ഞാനൊക്കെ അനുഭവസ്ഥനാണ് കേട്ടോ. ലേരിയ ഈ പിശാചിന് എന്നെ പേടിയാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സാത്താൻ എന്നെ പേടിയാണ്. പ്രൈസലോ. ഞാനൊരിക്കൽ സുവിശേഷം പറയാനായിട്ട് ഒരു വ്യക്തിയിലേക്ക് ചെന്നു. അവർ കുറെ ആളുകളുണ്ട്. അവര് വിശ്വാസികളൊന്നും അല്ല, അവിശ്വാസികളാണ്. അവർ വളരെ ശക്തന്മാരാണ്. അവരെന്നെ കുറച്ചു നാളായിട്ട് വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ യാത്ര ചെയ്യാൻ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഞാനുമായിട്ട് ചില സംസാരങ്ങൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, താങ്കളെ ഞങ്ങൾ കുറച്ചു നാളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, താങ്കൾ എനിക്ക് അടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി സാത്താൻ എന്നെ പേടിയാണെന്ന്. ആ വ്യക്തികളോട് എന്നോട് പറയുക, അല്ലടി നിങ്ങളെനിക്ക് അടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ നമ്മെ പേടിയാണെന്ന്. അതേ ശ്രോതാവേ, പിശാചിന് നിന്നെ പേടിയാണ്. നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പിശാചിന് നിന്നെ പേടിയാണ്. അല്ലേലിയ. നിന്റെ കുടുംബത്തിന്റെ 7 അടുത്ത് പിശാച് വരത്തില്ല. യേശു നിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ, യേശു നിനക്ക് തീമതിലാണ്, കോട്ടയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് കയറാൻ പിശാചിന് കഴിയില്ല. സക്രിയാവിന്റെ പുസ്തകം എന്താണ് വായിക്കുക? 2-5 വായിക്കുക. അവൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും, അവൻ നിനക്ക് തീമതിലും കോട്ടയമായിരിക്കും. അല്ലേലിയ. അങ്ങനെ തീമതിന് പൊളിച്ചു വരാൻ പറ്റുന്ന സാത്താനൊന്നും ഈ ലോകത്തിലില്ല കേട്ടോ. യേശു നമുക്ക് തീമതിലാണ്, കോട്ടയാണ്. ആ തീമതിന് പൊളിച്ചു വരുവാൻ, ആ കോട്ട പൊളിക്കാൻ കഴിയുന്ന ഒരു പിശാചി ഈ ലോകത്തില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എരിഹോ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എരിഹോവിലെ ജനങ്ങൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് കേട്ടിട്ട് അവർ എരിഹോ കോട്ട അടച്ചുറപ്പാക്കി. അതിന്റെ എരിഹോ കോട്ട അടച്ച് ഉറപ്പാക്കി. അങ്ങനെയുള്ള യോശുവയുടെ പുസ്തകം ആദ്യം വായിക്കുന്നത്. അവർ എരിഹോ കോട്ട അടച്ചുറപ്പാക്കി. കാരണം പുറത്തുനിന്ന് ഇസ്രായേൽ അകത്ത് കയറി. ഇത് മനസ്സിലാക്കി യോശുവയും പുരോഹിതന്മാരും കൂടെ എന്ത് ചെയ്തു? അവർ 6 ദിവസം എരിഹോവിനെ ചുറ്റി നടന്നു. 7-ാം ദിവസം എരിഹോവിനെ 7 തവണ ചുറ്റിയ കാക്കള ഊതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ പണിത് വെച്ച കോട്ട എന്ത് ചെയ്തു? ദൈവം ഇടിച്ചു കളഞ്ഞു. എരിഹോ മതിൽ തകർന്നു തരിപ്പണമായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ് സംഭവിച്ചത്? ദൈവജനത്തിന് ശത്രുവിന്റെ ചിതറി ഓടുന്ന പാലായനം ചെയ്തവരെ എന്ന് പറഞ്ഞ പോലെ അവൻ സാത്താന്റെ കോട്ടയെ, സാത്താന്റെ മതിലിനെ പൊളിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. യോശുവയുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ സാത്താൻ നിനക്കെതിരെ ഉയർത്തുന്ന മതിലിനെ, സാത്താൻ നിനക്കെതിരെ കൊണ്ട് കോട്ടയെ പൊളിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പക്ഷേ ദൈവം നിനക്ക് ദൈവത്തിലും കോട്ടയമായിരുന്നാൽ അതിനെ പൊളിക്കാൻ സാത്താനും കഴിയത്തില്ല. പ്രൈസലോ. അപ്പൊ ആരാണ് ജയാളി? നമ്മളല്ലേ. നമ്മളാ ജയാളി. നമ്മൾ ജയിക്കണം. എവിടെ ഉയർത്തി പറയണം ഇതൊക്കെ ലഭിക്കുക. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, ഒരിടത്തും തലചായ്ക്കരുത്. ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന സഹോദരനാകട്ടെ, സഹോദരിയായിട്ട്, യുവമാകട്ടെ, അല്ലേരിയ, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവജനത്തിൽ നിൽക്കുന്നവളാണെങ്കിൽ നീ ഒരിക്കലും തളർന്നു പോകരുത്. കാരണം നീ ജയാളിയ. കാൽവറിയിൽ നമ്മുടെ കർത്താവ് പിശാചിന്റെ തലയെ തകർത്തു. പിശാചിന്റെ തലയെ തകർത്ത് വലിയ ജയോത്സവം കൊണ്ടാടിയവനാ തന്നെ ദൈവം. പാതാളത്തിന്റെയും മരണത്തെ താക്കോൽ കൈവശമുള്ളവനാ. അവന്റെ മക്കളായി ജനിക്കുവാൻ, അവന്റെ മക്കളായി പിറക്കുവാൻ, അവന്റെ മക്കളായി ഈ ഭൂമിയിൽ മാറുവാൻ നമുക്കൊരു സൃഷ്ടാവുണ്ട്, ഒരു പിതാവുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. സാത്താനെ നിന്നെ തകർക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവം എന്റെ ഉള്ളിലുണ്ടെന്ന് പറയുക നമുക്ക് കഴിഞ്ഞ് നീ തല ഉയർത്തി തന്നെ നിൽക്കണം. അതിന്റെ സങ്കീർത്തനം 5:3 വായിച്ചാൽ മതി. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തല ഉയർത്തനാകും. അത് നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും പരിചയമാണ്. അതുകൊണ്ട് കർത്താവ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അല്ലേലൂയ, വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്നാണ്. ലേരിയ. ഇതൊരു ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. ലേരിയ. സ്തോത്രം. പ്രൈസലോ. ഞാനൊരിക്കൽ കടൽപ്പുറത്ത് സുവിശേഷം വിളിക്കാൻ, ഞാൻ കടൽപ്പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു സംഭവമാണ്. അവിടെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കുക, അതിനൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. നല്ല ഏകാഗ്രത കടപ്പുറത്ത്, നല്ല തിരമാലകളും അവിടുത്തെ കാറ്റും ഒക്കെ ഉള്ളെങ്കിലും മറ്റ് ശല്യങ്ങളും ഇല്ല. പ്രാർത്ഥിക്കുക. ഇപ്പം ഞാൻ ഈ കടൽപ്പുറത്തൊക്കെ പോകുമ്പോൾ ഒരിക്കലും ഒരു സഹോദരൻ ഒരു ടീമായിട്ട് വന്ന് എന്നെ ടൂർ വന്നതാണ്. അവരെൻ്റെ എനിക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് ട്രാക്റ്റ് കൊടുത്തോണ്ടിരിക്കുക. ഒരു സഹോദരൻ, യേശു കടലിന്മേൽ നടന്നല്ലോ, നിങ്ങൾക്ക് ഈ കടലിന്മേൽ നടക്കാൻ ഞങ്ങൾ ഈ ട്രാക്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞു. അല്ലേ, ഞാൻ എന്ത് പറഞ്ഞു? നമ്മൾ സാഹസ്യത്തിനൊന്നും ഒരുങ്ങിയില്ല. കാരണം പിശാചായി വന്ന് ചോദിക്കുന്ന എനിക്ക് മനസ്സിലായി. അപ്പൊ അവര് പറയുന്നത് കടലിന്മേൽ നടക്ക്,
ഞങ്ങൾ ഈ ട്രാക്ട് വാങ്ങി നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാം. എന്റെ ഉള്ളിലേക്ക് അന്നേരം വന്ന ചിന്ത എന്താ? യേശുവിനെ എലറിയ അങ്ങ് ദൈവാലയത്തിന്റെ ആഗ്രഹത്തിന്മേൽ കയറ്റിക്കൊണ്ട് പോയിട്ട് പിശാച് പറഞ്ഞു, നീ ഇവിടെ നിന്ന് താഴോട്ട് ചാട്, നിന്നെ കാക്കേണ്ടത് ദൂതന്മാര് കൽപ്പിക്കും. അല്ലേറിയ. എന്നിട്ട് പിശാച് പറഞ്ഞു, നീ ആമയെ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ കാണുന്നതെല്ലാം എന്റേതാണ്, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. അപ്പൊ രണ്ട് പരീക്ഷ. ആദ്യത്തെ പരീക്ഷ ഈ കല്ലപ്പമായി തീരാൻ പറ്റും. അപ്പം യേശു ഒരു സാഹസ്യത്തിലൊന്നും മുതിർന്നില്ല. യേശു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അപ്പൊ യേശു വചനത്താൽ ജയിച്ചു. അപ്പൊ ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലെ സഹോദരൻ, ഞാനൊരു സാഹസ്യം കാണിക്കാൻ വേണ്ടി വന്നതല്ല. ഒരുപക്ഷെ ഞാൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട്, ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് നിങ്ങൾ ചിരിക്കാനാ. അതുകൊണ്ട് ഞാൻ സാഹസ്യം കാണിക്കാൻ വന്നതല്ല, ഇവിടെ സുവിശേഷം പറയാൻ വന്നതാ. താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക. പിന്നെ സാഹസ്യം കാണിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു, യേശുവിന്റെ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹോദരൻ അതിന് തല ചായച്ചങ്ങ് പോയി, തല താഴ്ത്തി കുമ്പിട്ട് പോയി. എന്ന് പറഞ്ഞാൽ സാധനം പലപ്പോഴും നമ്മളിവിടെ എന്ത് ചെയ്യും? സാഹസ്യം കാണിക്കാൻ പറയും. നമ്മൾ സാഹസ്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, സാഹസ്യത പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല യേശു നമ്മളെ മക്കളായി സ്വീകരിച്ചത്. പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടന്ന, ന്യായപ്രമാണത്തിന്റെ പാപത്തിൽ വീണ് കിടന്ന, ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ, സങ്കടത്തിന്റെ നടിയിലൂടെ ജീവിച്ചിരുന്ന എന്നെ നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ചത് സാഹസ്യത കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മരണം വരെ വിശ്വസ്തനായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ചില നാളുകൾ കഴിയുമ്പോൾ ദൈവ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സോടെ സമ്മതിച്ചു കൊടുത്ത് ദൈവസഭയിൽ ഏറ്റെടുത്ത് നമ്മൾ സ്നാനക്കടവിലേക്ക് ചെല്ലുമ്പോൾ, ആ സ്നാനക്കുളത്തിൽ ഇറങ്ങുമ്പോൾ, സ്നാപകൻ നമ്മോടുകൂടെ ഇറങ്ങുമ്പോൾ, ആ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, വെള്ളത്തിൽ നിന്ന് പൊങ്ങിക്കഴിയുമ്പോൾ സ്നാപകൻ നമ്മുടെ തലയിൽ കൈവച്ച് പറയുന്നൊരു കാര്യമുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാ നീ ജീവകിരീടം പ്രാപിക്കും. അതെ, നമ്മൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. നമ്മൾ സാഹസ്യതയ്ക്കുന്ന ഒരു കണ്ടാണ്. അപ്പൊ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണോ? ഒരു വീടില്ലാതെ ഭാരപ്പെടുകയാണോ? വിവിധ ക്രിമിനൽ കേസുകൾക്കകത്ത് അകപ്പെട്ട് കിടക്കുകയാണോ? കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരി പറഞ്ഞ, എന്റെ പാസ്റ്റേ എങ്ങനെ ജീവിക്കും? മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ഭർത്താവ് മരിച്ചു, എല്ലാവരും എനിക്കെതിരായി, ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, അതിന് ദൈവം വഴി തുറക്കും. എല്ലാവരും നിങ്ങൾക്ക് എതിരല്ലേ, പക്ഷെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് പ്രതികൂലത്തെ ദൈവം മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അതെ, നമ്മൾ റോമലേഖനം വായിക്കുന്ന, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറും. ഞാൻ ആ സഹോദരൻ ദൈവവചനം പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന വിധം പറഞ്ഞു. അവർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പാസേ. ഞാൻ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാ. പ്രതികൂലമായി നിൽക്കുന്ന സഹോദരങ്ങൾ നിനക്കെതിരെ എത്ര തന്ത്രം മെനഞ്ഞാലും ദൈവം നിനക്ക് അനുകൂലമായതുകൊണ്ട് ഈ പ്രതികൂലത്തെ ദൈവം മാറ്റുമെന്ന് പറഞ്ഞു. പ്രൈസലോ. അതേപോലെ നമ്മളോടൊക്കെ ദൈവമുണ്ട്. കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അപ്പൊ യേശു വിശുദ്ധന്മാരുടെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ അത്ഭുതം ചെയ്തു. ആമേൻ. പത്രോസിൽ കൂടെ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. യേശു തന്റെ വിശുദ്ധനായി തന്റെ വേലയ്ക്ക് വേണ്ടി സ്വർഗരാജ്യത്തെ താക്കോൽ കൊടുത്ത്, ഹല്ലേലൂയ, പത്രോസിനെ ശുശ്രൂഷയ്ക്ക് നിറച്ചു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തനിൽ അഭിഷേകത്തിന്റെ ശുശ്രൂഷ വന്നപ്പോൾ, അധികാരം കൈ വന്നു കഴിഞ്ഞപ്പോൾ, ആമേൻ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? അത്ഭുതം നടന്നു. ഈ പത്രോസിന്റെ ശുശ്രൂഷ ആദ്യ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ഒരത്ഭുതം അങ്ങോട്ട് നടന്നു പത്രോസിന്റെ ജീവിതത്തിലൂടെ. പത്രോസ് എന്തുമാത്രം സന്തോഷിച്ചു കാണുമല്ലേ? അന്നുവരെ പത്രോസ് അത്ഭുതം ഒന്നും ചെയ്തിട്ടില്ല, യേശുവിന്റെ കൂടെ നടക്കുകയായിരുന്നു. യേശുവിന്റെ കൂടെ നടന്നിട്ട്, അല്ലെങ്കിൽ യേശു വരെ ചിലക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂടി കഥകടച്ച റൂമിൽ ഇരുന്നപ്പോൾ ഒരു തോന്നലുണ്ടായി, ഇനി കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോയേക്കാം. അല്ലേ? ആ മീൻ പിടുത്തൊരു അത്ഭുതം ചെയ്തു. അല്ലേ? പിന്നെന്താ? ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേര്, പിന്നെ ഒരൊറ്റ ശുശ്രൂഷ, ഒരു മുടന്തനക സൗഖ്യം പ്രാപിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ അല്പവിശ്വാസം അങ്ങ് മാറിപ്പോയി. അല്പവിശ്വാസം മാറിപ്പോയിട്ട് കടുകുമണിയോളം പത്രോസിന്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അഭിഷക്തൻ പറയുന്നതിനകത്തെല്ലാം ദൈവം കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് നിന്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവം തരാൻ പോകുന്നത് കേട്ടോ. നിന്റെ നാവിന്മേൽ അധികാരം ഇരിക്കുന്നത്, മരണം ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നവർ, നിന്റെ ആ നാവിന്മേൽ അധികാരം, നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നതിനകത്ത് ദൈവം പ്രവർത്തിക്കും. പ്രൈസറോ. അതെ, നിനക്ക് ചില ദൈവപ്രവർത്തി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ട് ചില വിഷയമുണ്ട്. അല്ലേ?
അതിന് കർത്താവ് മറുപടി തരുമെന്നേ. നിങ്ങൾ പ്രാർത്ഥന നിരാശപ്പെട്ടു പോകരുത്. പക്ഷെ നിരാശ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരത്തക്ക നിലയിൽ സാത്താൻ പ്രവർത്തിക്കും. അതുകൊണ്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, പൊതുവായി നമ്മൾ കടലിൽ ഹല്ലേലൂയ, എന്താണ്, കടലിൽ കപ്പലുകൾ നങ്കൂരമിട്ട് ഉറപ്പിക്കും. എന്താണ്, കാറ്റും കൂളും ഉണ്ടാകുമ്പോൾ കപ്പലിന് ഇളക്കം വരാതിരിക്കത്തക്ക നിലയിൽ കപ്പിത്താൻ എന്ത് ചെയ്യും, കപ്പലിലെ ക്യാപ്റ്റൻ എന്ത് ചെയ്യും, നങ്കൂരം ഇട്ട് ആ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തും. അല്ലേരിയ, നങ്കൂരം ഇട്ട് ആ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തിയാൽ കാറ്റും കൂളും ആ കപ്പലിനെ ആഞ്ഞടിച്ചാലും ആ കപ്പൽ അവിടെ നിലകത്തില്ല. കാരണം ആ നങ്കൂരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലേരിയ, സ്തോത്രം, സ്തോത്രം, അല്ലേരിയ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. എന്താണ് അങ്ങനെ ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ എന്ന് പറയുന്നത്? ഒരു കപ്പൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടത് ഉലയും, അത് കപ്പൽ തകരുമെന്ന് തോന്നുമ്പോൾ ആ കപ്പൽ തകരാതിരിക്കാൻ വേണ്ടി കപ്പൽ ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ മുമ്പ് ആവർത്തിച്ചു ആ നങ്കൂരമിട്ട് കപ്പലിനെ ഉറപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തെ പലപ്പോഴും ഈ കപ്പൽ ഉലയുന്നത് പോലെ നിന്നെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കും. ഈ കടലിൽ കിടക്കുന്ന കപ്പലേ തകർത്തക്കതിൽ കോളിലൊക്കെ ഉണ്ടാകും. കാറ്റ്, തിരമാലകൾ ഉയരും, തകർക്കത്തക്കതിൽ അത് കിടന്നാടും, ഉലയും. പക്ഷെ അത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നങ്കൂരം എന്ന് പറഞ്ഞ് നിന്റെ ജീവിതമാകുന്ന പടകിനെ തകർക്കുവാൻ പിശാച് പല പദ്ധതികളുമായി വരും. ഹല്ലേലൂയ. പക്ഷേ ആത്മാവിന്റെ പ്രത്യാശ, ആ പ്രത്യാശയുടെ നങ്കൂരമിട്ട് നീ ഉറപ്പിച്ചു നിന്നാൽ നീ ജയിക്കും. നീ ജയിക്കും സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി, യുവാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാ, നീ ജയിക്കുമെന്ന്. നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകത്തില്ല. നിന്റെ പരാജയം കാണാൻ നിന്നവരുണ്ട്, നിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ചവരുണ്ട്, നിന്റെ പരാജയത്തെ നോക്കി നിൽക്കുന്നവരുണ്ട്, നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നിലവിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുക. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്ന് പകരം ചില ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തെ നാളുകളായി കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ, നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ വചന ധ്യാനത്തെ തടസ്സപ്പെടുന്ന, വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ കുടുംബത്തെ കണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ചില സാത്താന്റെ ബന്ധനങ്ങളെ ഇന്ന് പോലെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുകയാണ്. പ്രൈസ്. നിന്നെ സ്വതന്ത്രമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ആത്മാവിൽ നീ സ്വതന്ത്രനായി മാറണം. ആത്മാവിന്റെ നങ്കുര, ആ പ്രത്യാശയുടെ നങ്കുര നീ എഴുതി നിന്റെ ജീവിതത്തിൽ ഉറപ്പായി മാറട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അരികിൽ ഹല്ലേലൂയ ഊമനായ ആത്മാവുള്ളൊരു മകനെ പിതാവ് കൊണ്ടുവരിക. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, മത്തായിയുടെ സുവിശേഷമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഈ ചെറുപ്പനെ കൊണ്ടുവന്ന്, ഈ ചെറുക്കനെ, ഈ ചന്ദ്രരോഗം പിടിച്ച മനുഷ്യരെ, കുട്ടിയെ കൊണ്ടുവന്നു അപ്പൻ. ശിഷ്യന്മാരെ കൊണ്ടു, ശിഷ്യന്മാർക്ക് എന്നെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവൻ യേശുവിന്റെ അരികെ വന്നു. ഈ അപ്പൻ യേശുവിന്റെ അരികെ മകനെ കൊണ്ടുവന്നു. അവൻ ചെറുപ്പം മുതൽ തീരും വെള്ളത്തിനും വേണ്ടി അവൻ ജന്മനാലുള്ളതാണിത്. പക്ഷേ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്റെ മകനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് മാർക്കോസിന്റെ 9:23 ചേർത്ത് വായിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ പറയാൻ എന്താണ്? ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരുടെ അരികിൽ അവനെ കൊണ്ടുവന്നു. ശിഷ്യന്മാരെ കൊണ്ട് അശുദ്ധാത്മാവിനെ തുരത്തുവാൻ കഴിഞ്ഞില്ല. യേശുവിനോട് വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പം ചന്ദ്രനോട് പിടിച്ച മകന്റെ അപ്പനെ നിന്നാൽ വല്ലതും കഴിയുമെന്നാണ്. യേശു എന്നാണ് മറുപടി. വിശ്വസിക്കുന്ന സകലവും കഴിയും. അത് നിന്റെ വിശ്വാസത്തിന് സകലവും കഴിയും. ഏത് ബന്ധനത്തെ അഴിക്കാൻ കഴിയും. ഞാൻ ഒരുപാട് ദുരാത്മാക്കൾ സേവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദുരാത്മാക്കൾ പിടിച്ചവരും ദുരാത്മാക്കൾ ബാധിച്ചവരും ദുരാത്മാവിനാൽ നിറയപ്പെട്ട ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വേണ്ടി ദൈവം വിടുതലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസം എന്താണെന്നറിയോ? വിശ്വസിക്കുന്നവരെ സകലവും സാധ്യമെന്നുള്ളതാണ്. കാരണം കർത്താവല്ലേ, നിന്നാൽ വലുതും കഴിയുമെങ്കിൽ ഈ അപ്പന്റെ ഉള്ളിൽ കിടക്കുക. യേശുവോട് വിശ്വസിക്കുന്ന സകലവും സാധ്യം. അപ്പൊ ആ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് എന്റെ അവിശ്വാസത്തെ ശാസിക്കണമെന്ന്. അത് നമ്മുടെ ഉള്ളിൽ അവിശ്വാസം, അല്പവിശ്വാസം പലപ്പോഴും നമ്മെ തകർത്ത് കളയും. പ്രേക്ഷകരോ, അല്പവിശ്വാസം എന്ന് പറയുന്ന ആ അനുഭവത്തെ, അവിശ്വാസം എന്ന് പറയുന്ന ആ പോരിനെ, ആ പോരാട്ടത്തെ, ആ സാത്താന്റെ തന്ത്രത്തെ നിന്റെ ഹൃദയത്തിൽ നീ നിർമൂലം ചെയ്യണം. പ്രേക്ഷകരോ, നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയില്ല. മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാക്കണം. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്ന കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാക്കണം.
ഹല്ലേലൂയ. നാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണോ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. പ്രൈസലോ. നമ്മൾ ഈ ലോകമോഹങ്ങളെയൊക്കെ അങ്ങ് വിടണം. ലോകത്തിലുള്ളവർ ചിന്തിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമൊക്കെ നീക്കി കളഞ്ഞ് ലോകത്തേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നമ്മൾ കർത്താവിനെ ചേർത്ത് പിടിക്കുക. നീ കർത്താവിലാകണം, കർത്താവ് നിന്നിലാകണം. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ ഈ ക്രിസ്തു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ക്രൈസ്തവ വിശ്വാസത്തിന് കുറച്ച് വില കൊടുക്കണം. വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസലോ. കാരണം ഈ അല്പവിശ്വാസം എപ്പോഴും വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നീണ്ട കാലമായി ഒരു ബലഹീനത, നിങ്ങളെ ഈ ചന്ദ്രൻ രോഗം പിടിച്ച് ഈ മകനെ പോലെ നിന്റെ ജീവിതത്തിൽ നീണ്ട കാലമായിട്ട് ഉള്ള ബലഹീനത. മനുഷ്യനിലെ ഒരുപാട് ബലഹീനതകളുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ ബലഹീനതയുടെ നടുവിലൂടെയാണ്. ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ ബലഹീനനായിരിക്കും. ബലഹീനതയില്ലാത്തവരായിട്ട് ആരുമില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതയുണ്ട്. ഞാൻ എന്നെ തന്നെ പറയട്ടെ, ഈ കഴിഞ്ഞ ചില ആഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബലഹീനത വന്നു. ഞാൻ നിങ്ങളോട് പറയും, എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ബലഹീനത, അല്ലെങ്കിൽ എനിക്കൊരു പല്ലിന് ഭയങ്കര വേദന കൊണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ കുറച്ചൊക്കെ എടുക്കാതിരിക്കാൻ പരിശ്രമിച്ച് നോക്കി, വേദനയ്ക്കുള്ള ഗുളികയൊക്കെ കഴിച്ചു. അല്ലേ. അപ്പൊ ഇതങ്ങ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് എടുത്തു കളയാണ്ട്. അങ്ങനെ കൊണ്ട് എടുത്തു കളഞ്ഞ് ഞാനങ്ങ് സ്വതന്ത്രമായി. എടുത്തു കളഞ്ഞപ്പോൾ ആ വേദന സ്വന്തം. അതുവരെ ഈ വേദന എനിക്ക് ബലഹീനതയാണ്. അല്ലേ. ആ ബലഹീനത മുഖാന്തരം എൻ്റെ പ്രാർത്ഥന സമയം കുറഞ്ഞു പോയി. ഈ വാ വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പല്ലിരുന്നങ്ങ് വിങ്ങുന്നത് കൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ വചനധ്യാനം മുടങ്ങുന്നു, എൻ്റെ പ്രാർത്ഥന മുടങ്ങുന്നു, എൻ്റെ ശുശ്രൂഷകൾ മുടങ്ങുന്നു. എന്നിട്ട് ഞാൻ ഇത് ചെയ്തു കേട്ടോ. അത് എൻ്റെ ബലഹീനത. അപ്പൊ എനിക്ക് മനസ്സിലായി, പിശാചിന് എന്നെ ഏതെങ്കിലും ബലഹീനത കൊണ്ട് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരുന്നുള്ളൂല്ലോ. ഞാൻ പിശാചേ, നീ ഈ വേദനയൊക്കെ കൊണ്ടിട്ട് എന്നെ ബലഹീനാക്കിയാൽ ഞാൻ മിണ്ടാതിരിക്കുക. ഞാൻ വീണ്ടും അതിലുള്ള പോംവഴി ഞാൻ കാട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ആ ഒടിഞ്ഞു പോയ കുറ്റിപ്പല്ല പോയി എടുത്ത് ഞാൻ സ്വതന്ത്രമായി മാറി. എന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനത കാണും. പുരുഷ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരിക, ക്ഷീണം വരിക, തളർത്തുക, നിരാശ കൊണ്ടുവരിക, ശരീരത്തിൽ ഒരുപാട് വേദന, തണ്ടല് വേദന, ഡിസ്ക് കംപ്ലൈന്റുകൾ, കാൽമുട്ട് വേദന, മുട്ടുമടക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബലഹീനതകൾ വരിക. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകൾ നിങ്ങളെ വിട്ടുമാറാതെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് വിഷയങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നീ അതിനെ ജയിക്കണം. അതിനെ ജയിപ്പാനാണ് ദൈവം നിന്റെ മേൽ കൃപ പകർന്നത്. അതിനെ ജയിപ്പാനാണ് ദൈവം നിനക്ക് അഭിഷേകം പകർന്നത്. അപ്പൊ നിന്റെ ബലഹീനതകൾ ജയിക്കണം. എന്തോ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ തളം കെട്ടി നിന്നിട്ട് ആ ദുഃഖത്തിലൂടെ നീ എന്നും കടന്നുപോയി. എന്തോ ദുഃഖം നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, മക്കളെ കൊണ്ട്, അമ്മായിമ്മയെ കൊണ്ട്, മരുമകളെ കൊണ്ട് എന്തോ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ വന്നു. ജോലി സ്ഥലത്ത് സുഹൃത്തുക്കൾ നീ ചങ്കാന്ന് പറഞ്ഞവരുടെ ചില വാക്കുകളിലൂടെ എന്തോ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ വന്നിട്ട് നീ അതിനകത്ത് അങ്ങ് ലയിച്ചു. അപ്പൊ നിനക്ക് നിരാശയാ, ബലഹീനതയാ. അങ്ങനെ ദൈവമക്കൾ പോകരുത്. ആരെന്തു പറഞ്ഞാലും, നിന്നെക്കുറിച്ച് ആരെന്തു പറഞ്ഞാലും നീ ബലഹീനാകരുത്. പ്രൈസലോ. ഞാനങ്ങനെ കേട്ടോ, അലിവിയാണ്. പലരും വിമർശിക്കും, പലരും പലതും പറയും. പക്ഷെ ഞാൻ ബലഹീനനാകത്തില്ല. എന്താ പറയുക, എനിക്കറിയാം എന്നെ ബലഹീനനാക്കി എന്തോ വിഷമത്തിന്, ദുഃഖത്തിനകത്ത് വിഷാദ രോഗിയെ പോലെ എന്നെ എവിടെയെങ്കിലും മാറ്റിയിരുത്തുവാൻ, പിന്നെ എന്നിട്ട് എൻ്റെ അന്തരങ്ങൾ കൊണ്ട് കുരുകുറുക്കുവാൻ, എന്നെ കണ്ട് ആമേൻ ദൈഹിതമല്ലാത്ത സംസാരിപ്പാൻ, മറ്റുള്ളവർക്ക് തന്ത്രമനിയും പിശാചിനെ ബലഹീനനാക്കി വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്നെ ജയിക്കും. അല്ലേ. എന്ന് പറഞ്ഞ ഈ ചന്ദ്രരോഗം പിടിച്ചു കിടക്കുന്ന ഈ കുഞ്ഞിന് വർഷങ്ങളായിട്ട് അവൻ ജന്മം തൊട്ട ഈ രോഗമാണ്. അവനൊരു ബലഹീനതയാ. അല്ലേ. ആ ബലഹീനത യേശു അങ്ങ് മാറ്റിക്കൊടുത്തു. പ്രൈസലോ. അതെ, ഇന്ന് പകരം കേൾക്കുന്ന മാതാവി, നിന്റെ ബലഹീനതയെ മാറ്റുവാൻ കഴിയുന്നത് യേശുവ. നിന്റെ ദുഃഖത്തെ മാറ്റുവാൻ കഴിയുന്നത് യേശുവ. അല്ലേ. സാത്താൻ ഇങ്ങനെ നിന്നെ കുത്തിക്കൊണ്ടിരിക്കും, നിന്നെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. നിന്റെ മനസ്സിനെ, ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന വിധത്തിൽ അവൻ നിന്നെ കീറി മുറിച്ചുകൊണ്ടിരിക്കും. അവൻ നിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കും, നിന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കും. നിന്നെ കാണുമ്പോൾ അവരെല്ലാം തലകുലുക്കും, നിന്നെ കാണുമ്പോൾ പിറുപിറുക്കും, നിന്നെ കാണുമ്പോൾ തല താഴ്ത്തും, നിന്നെ കാണുമ്പോൾ വേറെ വഴിയെ പോകും. നിന്നെ കാണുമ്പോൾ തന്നെ അവർ നിന്നെക്കുറിച്ച് ഒരു അവിഖ്യാതി പറയാൻ തുടങ്ങും. എന്തിനാ? നിന്നെ ബലഹീനനാക്കാൻ വേണ്ടിയിട്ട് സാത്താൻ എല്ലാം കൂടെ കൂടി അങ്ങ് ഒന്നിക്കും. അത് ഓഫീസിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, സാത്താൻ എല്ലാം കൂടെ കൂടി അങ്ങ് ഒന്നിക്കുമെന്നേ.
ഇല്ല, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുക എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ തന്നെ എനിക്കൊരുപാട് അനുഭവമുണ്ട്. അല്ലേ? പക്ഷെ അവരൊന്നിക്കുന്നിടത്ത് നീ ഒന്നിക്കണ്ട. നീ യേശുവിനെ വിശ്വസിച്ചാൽ മതി. അല്പവിശ്വാസം നിന്റെ ഉള്ളിൽ കൊണ്ടുവരുവാൻ, നിന്നെ അല്പവിശ്വാസിയാക്കി മാറ്റുവാൻ അല്ലേ പിശാച് ശ്രമിക്കും. ചത്ത ഈച്ച തൈരക്കാരന്റെ തൈരം മുഴുവൻ അശുദ്ധമാക്കുന്നു, ദുർഗന്ധമാക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. നമ്മൾ സഭാപ്രതികളെ വായിക്കുമായിരുന്നു. എന്തെങ്കിലും ചത്ത ഈച്ച പോലെയുള്ളത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. മലേറിയ എന്താ? നിന്റെ പ്രാർത്ഥനയാകുന്ന സൗരഭ്യത്തെ നശിപ്പിക്കാൻ, പ്രാർത്ഥനയാകുന്ന ധൂപത്തെ നശിപ്പിക്കാൻ, പ്രാർത്ഥനയാകുന്ന ആ അനുഭവത്തെ, അഭിഷേകത്തെ, ശുശ്രൂഷയെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ചത്ത ഈച്ച നിന്റെ ഉള്ളിൽ വന്നു കയറി അത് നിന്നെ ദുർഗന്ധത്തിലേക്ക് നയിക്കാറുള്ളൂ. നീ തളരരുത് കേട്ടോ. ഇന്ന് പകലെ കേൾക്കുന്ന മാതാപിതാവേ, നീ തളരരുത്, നീ മടുത്തു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. കർത്താവ് നിന്റെ കൂടെയാ. കർത്താവ് നിന്റേതാണെന്ന്, നീ കർത്താവിൻ്റേതുവാ. അങ്ങനെ നിന്ന് പറഞ്ഞു കർത്താവ്, നിങ്ങളൊന്ന് പറയും, കർത്താവ് അങ്ങ് എൻ്റേതാ, ഞാൻ അങ്ങയുടേതാ. വ്യക്തിപരമാകട്ടോ. പ്രൈസലും ഞാനെപ്പോഴും കർത്താവ് അങ്ങ് എൻ്റേതും ഞാൻ അങ്ങയുടേതും എന്ന് ഞാൻ പറയും എപ്പോഴും. കാരണം എനിക്കറിയാം കർത്താവ് എൻ്റേതാണ്, കർത്താവ് അറിയാം ഞാൻ കർത്താവിൻ്റേതാണ്. എന്തോ ബന്ധമാണെന്ന് അറിയാതെ, എന്തോ ബന്ധം, മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. അതേ കർത്താവ് നീയായിട്ട് മുറിച്ചു മാറ്റാൻ, അടർത്തി മാറ്റാൻ കഴിയാത്തൊരു ബന്ധം ഉണ്ടായിരിക്കണം. പ്രൈസലോ അല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാം യേശുവിന്റെ കൂടെ നടന്ന എല്ലാവരും, യേശു അമ്മ മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിൽ വെച്ച് കഴിഞ്ഞ് എല്ലാവരും പോയി. ശിഷ്യന്മാരും വന്ന് കൂടിയിരുന്നവരെല്ലാവരും പോയി. പക്ഷേ മംഗലക്കായത്തിൽ മറിയ പോയില്ല. അല്ലേ? അവൾ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസലോ ഒരു അടുത്ത ബന്ധം, യേശുവായിട്ട് ഒരു അടുത്ത ബന്ധം. കാരണം അവൾക്ക് പോകാൻ പറ്റില്ല. കാരണം അവളുടെ മേലുണ്ടായിരുന്ന 7 ഭൂതങ്ങളെ യേശു പുറത്താക്കിയത്. മഗ്ദലക്കാരത്തി മറിയുടെ മേലുണ്ടായിരുന്ന 7 ഭൂതങ്ങളെ പുറത്താക്കി അവളെ സ്വതന്ത്രമാക്കി യേശു. അവളെ സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവായിട്ട് അവൾക്ക് ഒരു അടുത്ത ബന്ധം. അവൾ പറഞ്ഞു, യേശു അങ്ങ് എൻ്റേതാണ്, ഞാൻ അങ്ങയുടേതുമാണ്. ഇവരെല്ലാം അങ്ങേ കൊണ്ട് കല്ലറയിൽ വെച്ചിട്ട് പോയാൽ എനിക്ക് പോകാൻ കഴിയില്ല, എന്നെ സ്വതന്ത്രമാക്കി താങ്ങ. അവളുടെ ആത്മബന്ധം കണ്ടോ? അല്ലേ? അത് നമുക്ക് കർത്താവായിട്ട് അത്ര ഒരു ആത്മബന്ധം വേണം. പ്രൈസലോ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകട്ടോ. എന്താണ് വായിച്ചത്? അല്ലയോ നിങ്ങൾക്ക് വായിച്ചത്? അല്പവിശ്വാസം നീക്കിക്കളയണം, അല്പവിശ്വാസം നീക്കിക്കളയണം. അല്ലേ? അല്പവിശ്വാസം ഒന്നിനും പോയില്ല. എന്താണ് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ, അവനവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ കട്ടുകുമണിയോട്, നിങ്ങൾക്ക് കട്ടുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞ് നീങ്ങും. കണ്ണുകളുടെ ചേട്ട ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിന്റെ ജീവിതത്തിലെ അവിശ്വാസം, അല്പവിശ്വാസം മാറ്റി കട്ടുകുമണിയോളം വിശ്വാസം നിറയപ്പെട്ട് യേശുവിനോട് ചേർന്നിരുന്ന ശത്രുവിനെ തകർക്കാൻ കഴിയാത്ത നിലയിൽ ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽ ജനത്തിൽ സംഭവിക്കട്ടെ. കേരളത്തിലും വിദേശ രാജ്യങ്ങളുമായിരിക്കുന്ന എല്ലാ ജനത്തെ അടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ കടന്നു പോകുന്ന ഭാരമേറിയ ചില വിഷയങ്ങളുണ്ട് കർത്താവേ, അതിന് ഇന്ന് പകരം അത്ഭുതം ചെയ്യണമേ. കണതിയുടെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിനെ നീതി വെളിപ്പെടണം, സകല മുഖത്ത് എടുത്താട്ടെ. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.